ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞ ഡ്രാഫ്റ്റ് അയച്ചു. വെരി ഗുഡ്. നാളെയാ പോണ്ടേ? ഇന്ന് ഫൈനൽസ് ആണ്, ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഈ കളിയോ 11 fools പ്ലേയിങ് ആൻഡ് 11,000 fools വാച്ചിങ്. ഇത് ഞാൻ പറഞ്ഞല്ല, ബെർണാഡ് ഷാ പറഞ്ഞതാ. അതിലൊരു ഫൂൾ നീ ആകെ. അതുവരെ ഞാൻ അകത്ത് പോയി എന്റെ ജോലി തീർത്തിട്ടെങ്കിൽ വരാം. ഈ കളി കാണുന്നവനെ സമ്മതിക്കണം, അവന്റെയൊക്കെ ഒരു ക്ഷമ. നീ ഒന്ന് വെറുതെ ഇരിക്കും. ഏഷ്യാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഉണ്ടോ? ഇല്ല, തീർന്നുപോയി. ഒന്ന് നോക്കുന്നേ. നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അടുത്ത സ്റ്റോക്ക് വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കാണില്ലെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ചേച്ചി അവിടെ കുറച്ചിരിക്കുന്നല്ലോ, ചിലപ്പോ കണ്ടാലും ഒന്ന് നോക്കി. ചേച്ചി, ഞാൻ ആ സെറ്റിന് നോക്കട്ടെ. വസന്ത ഗീത്. എന്നിട്ട് ഓൾഡ് ഹിറ്റ്സ് ഇല്ല. അല്ല, തുളസി ഇവിടെ? ഞാനൊരു കാസറ്റ് വാങ്ങാൻ വന്നതാ. പാട്ടിഷ്ടാണോ? അതെ. പാടുവോ? പാടാറില്ല, കേൾക്കുന്ന ഇഷ്ടാ. ഏത് കാസറ്റാ? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ്. പക്ഷേ ഇവിടെ ഇല്ല. എന്താണാ ഇത്? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഇല്ലേ? പിന്നെ എന്തിനാണ് ഇത് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതിപ്പോ തീർന്നു കാണും. ആ, ഇത് മിസ്റ്റർ എൻജി, എന്റെ ഫ്രണ്ടാണ്. ഇവന്റെ കടയായത്. ചേച്ചി പോണ്ടേ? അപ്പോ വരട്ടെ. ഏതാടാ പാർട്ടി? എന്റെ ഓഫീസ് സ്റ്റാഫാണ്. വളയുമോ? കിട്ടുവോ? കിട്ടും, 2 അടി. ബാല, മോനിതൊന്ന് നോക്കിയേ. വാസുദേവ പണിക്കർ കൊണ്ടുവന്നതാ. നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാ നമുക്ക് ആലോചിക്കാം. കൊള്ളാം, എല്ലാത്തിനും ഫാഷൻ പരേഡിന് അയക്കാൻ കൊള്ളാം. നിനക്കൊന്നിനെയും പിടിക്കില്ലെന്ന് വെച്ചാലോ? ദേ, ഇപ്പൊ തന്നെ വയസ്സ് ഒരുപാടായി. ഇനി നിന്റെ കല്യാണം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിലാരെയും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കേ. അമ്മേ, എന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറിയാം. അപ്പോഴേ ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, എന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറിയാം.